ഇതിന്റെ അപ്പുറം രോമാഞ്ചം വരുന്ന നിമിഷമുണ്ട്. Welcome to St. Petersburg, Russia. Welcome to St. Petersburg, Russia. And how is this place? This is stunning, amazing. Actually, shocked ആണ് ഞാൻ കണ്ടിട്ട്. ഇത്രയും ഭംഗി. First of all, നമ്മൾ നിൽക്കുന്നത് സെയിന്റ് പീറ്റർസ്ബർഗിന്റെ കാഴ്ചകളാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. And this city, I feel it's like a city of love അല്ലേ? ഞങ്ങൾ ഇവിടെ 2 ദിവസം വന്നിട്ട് ഞങ്ങൾക്ക് we have to just take in കാരണം അത്ര അടിപൊളി സിറ്റിയാണ്. And we are absolutely ഇത് city of love എന്ന് വേണമെങ്കിൽ പറയാം. കാരണം everyone is in love. It's so beautiful. Maybe വേൾഡിൽ തന്നെ one of the most beautiful and historic city ആണ്. And നമ്മളിപ്പോൾ നിൽക്കുന്നത് വിന്റർ പാലസ് അല്ലെങ്കിൽ ഹെർമിറ്റാജ് മ്യൂസിയം എന്ന് പറയുന്നതാണ്. ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് 1700s പണിതാണ്. ഇത് നോക്കിക്കേ, ജസ്റ്റ് സീ ഹൗ ബ്യൂട്ടിഫുൾ ഇസ് ദിസ്. ഇത് ആക്ച്വലി 1700s പണിതാണ്. ആൻഡ് ഇതിൻ്റെ അകത്താണ് ഹെർമിറ്റാജ് മ്യൂസിയം, വേൾഡിലെ വൺ ഓഫ് ദ ബെസ്റ്റ് മ്യൂസിയംസ്, മേ ബി ദ ടോപ്പ് മ്യൂസിയം ആഫ്റ്റർ ലൂവർ പാരീസ് മ്യൂസിയം കഴിഞ്ഞിട്ട്. അതിൻ്റെ അകത്ത് നമ്മൾ വേറൊരു ദിവസം കയറുന്നതായിരിക്കും. അതല്ലാതെ ഈ കുറെ പ്രത്യേകത ഉണ്ട് പ്രിയ. ഈ പില്ലർ ഉണ്ടല്ലോ, ഇത് ആക്ച്വലി is close to 500 tons. Okay, and 47 meters high. വേറൊരു സ്പെഷ്യാലിറ്റി എന്താണെന്നറിയോ, ഇത് വെറുതെ വെച്ചിരിക്കുകയാണ്. ഇറ്റ് ഇസ് സോ വെൽ ബിൽഡ്. ഇത് ഒട്ടിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റേ പ്ലാസ്റ്ററിംഗ് ഒന്നും ചെയ്തിട്ടില്ല, വെറുതെ വെച്ചിരിക്കുക. ബിക്കോസ് ഇറ്റ്സ് ദാറ്റ് വെൽ ബിൽഡ്. ആൻഡ് ഇതിന്റെ മുകളിൽ ഒരു ഏഞ്ചൽ ഉണ്ട്. ആൻഡ് ഈ ഒരു ആർക്ക് സ്ട്രക്ചർ ഉണ്ടല്ലോ, ഇത് പിന്നെ പണിതാണ്. ഓക്കെ, ഇതൊരു 1800s പണിതാണ്. അല്ല, ഈ ഒരു ഫുൾ ആർച്ച് ആയിട്ടുള്ള ഒരു ബിൽഡിംഗ്. ഇത് ആക്ച്വലി ആർച്ച് ആണ്. ഇത് ഒരു 10 years എടുത്തു. എനിക്ക് തോന്നുന്നു ഒരു ഇറ്റാലിയൻ ആർക്കിടെക്റ്റ് ആണ് അത് പണിതത്. അതിന്റെ മുകളിൽ ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. ആൻഡ് ഇവിടെ ഒരുപാട് റെവല്യൂഷൻസ് ഒക്കെ നടന്നിട്ടുണ്ട്. ബ്ലഡി സൺഡേ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ഒരു മാസ്കർ. അതൊക്കെ ഇവിടെ നടന്നത് 1905. അങ്ങനെ ഒരുപാട് ചരിത്രമാണ്. ഇന്ന് നമ്മൾ പാലസ് സ്ക്വയർ ചെയ്യുന്ന ഇങ്ങനെയൊക്കെ ഡ്രസ് ചെയ്തിട്ട് ഫോട്ടോഷൂട്ട് എടുക്കാൻ എല്ലാവരും ഹാപ്പിയാണ്. പിക്നിക് പോലെ താഴെയൊക്കെ ഇരുന്ന് കഴിക്കാം. കാരണം ലക്ഷക്കണക്കിന് ആൾക്കാർ വരുന്നതാണെങ്കിലും ഇറ്റ്സ് ആബ്സല്യൂട്ട്ലി ക്ലീൻ. ആൻഡ് ജസ്റ്റ് സീ ദ ബ്യൂട്ടി അറൗണ്ട് us guys. Just see this beauty. It is absolutely stunning. Everyone is happy here. And I feel this is the biggest palace we have ever seen. അല്ല, this is the biggest palace. ഇത് മൊത്തം ഒരു പാലസ് സ്ക്വയർ ആണ്. അതിന്റെ അകത്ത് പോണ്ടേ? അത് നമുക്ക് വേറൊരു ദിവസം എടുക്കാം. And what a way to start our St. Petersburg tour. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണോ, യു ആർ ഗോയിങ് ടു ബി മെസ്മറൈസ്. നിങ്ങൾ വേറൊരു ലോകത്തിലേക്ക് പോകാൻ പോവാണ്. കാരണം അത്രയും ഭംഗിയാണ് സെയിന്റ് പീറ്റർസ്ബർഗ്. അടിപൊളിയല്ലേ? എനിക്ക് സെന്റ് പീറ്റർസ്ബർഗ് ഇഷ്ടമായ മോസ്കോ. ഇത് കണ്ട, ഇവിടെ ഡാൻസ് ഷൂട്ടൊക്കെ നടക്കുന്നു പാലസിന് മുമ്പിൽ. റഷ്യൻ പിള്ളേർ പൊളിയാണ്, ഭയങ്കര ഡാൻസ് ആണ്, പ്രൊഫഷണൽ ഡാൻസ് ഷൂട്ട്. കണ്ട, പാട്ടൊന്നും ഇല്ല, ഫുൾ സിങ്ക്രണൈസ്ഡ്, ഒറ്റ ഷോട്ടിലാണ് അവർ കളിക്കുന്നത്. എന്ത് സിങ്ക്രണൈസേഷനാ നോക്ക്, അടിപൊളി. ആരും അവരെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല, ഒരു ശല്യവും ഇല്ല. അതിനിടയ്ക്ക് എനിക്കും പ്രിയക്കും വേദനയൊക്കെ വിശന്നു ടൂറിൻ്റെ ഇടയിൽ. അതൊരു വലിയ പ്രശ്നമല്ലേ ഈ വിശപ്പ്? പ്രിയ, വിശപ്പ് ഒരു പ്രശ്നമല്ലേ? നമുക്കൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അത് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? അതുമില്ല. അപ്പോൾ ഇത്രയും ഓർഡർ ചെയ്തോളൂ, പോരെ? ഇത് യു ലൈക്ക് ബക്ക്വീറ്റ്? നോ, ഇത് ബക്ക്വീറ്റ് ആണ്. ഇത് ബീഫ് കറി. സോ ദാറ്റ് യു ലൈക്ക്. 2 ഡെസേർട്ട്. ദിസ് ഇസ് അതൊക്കെ നടക്കാം. ചോക്ലേറ്റ് ഹെവൻ. ആൻഡ് ദിസ് ഇസ് സം എന്തോ ഇവരുടെ ഒരു ഫേമസ് കേക്ക് ആണ്. ഒരു പിസ്സ ഫോർ വേദു. ഇത് ഡംപ്ലിംഗ് വിത്ത് സം സോർ ക്രീം. മീറ്റ് ആണ്. ആൻഡ് സം മീറ്റ് പാൻ കേക്ക്. ബിക്കോസ് ഐ ഈറ്റ്. ഫസ്റ്റ് തന്നെ ഈ ബക്ക്വീറ്റ് തുടങ്ങാം. ഭയങ്കര ഹെൽത്തി സംഭവമാണ്. ബീഫ്, നല്ല കിടിലം ബീഫ്. ഒരു കറി ഫ്ലേവർ ഉണ്ട്. ഇത് പ്രിയയ്ക്കാണ് വാങ്ങിയത്, പക്ഷെ ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ബക്ക്വീറ്റിന് ഒരു ഗോതമ്പ് ചോറിൻ്റെ ഒക്കെ ടേസ്റ്റാണ്. ബീഫ് പ്രിയ എനിക്കൊന്ന് ശരിക്കും എൻജോയ് ചെയ്യാൻ പോകുന്നൊരു മീലായിരിക്കും. കാരണം ഒരു നാടൻ കറിയുടെ ടേസ്റ്റ് ഉണ്ട്.
ബീഫിന്റെ ക്വാളിറ്റി പറയാതിരിക്കാൻ വയ്യ. ഇത്രയും സാധനത്തിന് 1000 രൂപ, 1000 rupees ഇൻക്ലൂഡിങ് മൈ ഡയറ്റ് കോക്കോള. മെയിൻ ടൂറിസ്റ്റ് സെന്ററാ, നമ്മൾ പ്രൈസ് നോക്കാതെ കയറിയതാ, എന്നാലും എല്ലാത്തിനും കൂടെ ചേർന്ന്. ഇത് ഇവിടുത്തെ സംഭവമാണ്, പെൽമീനി എന്നാണ് തോന്നുന്നു പാൻ കേക്കിന്റെ പേര്. അകത്ത് ബീഫായിരിക്കും, മിൻസ് ബീഫ്. അതിൻ്റെ കൂടെ കുറച്ച് സാർ ക്രീം കൂടെ വെച്ച് കഴിച്ച സംഭവം അടിപൊളി. ബീഫാണ് കണ്ടകത്ത്, ഭയങ്കര ടേസ്റ്റിയാണ്. നമ്മുടെ മോമോസിനൊക്കെ ഒരു സംഭവം, പക്ഷെ കുറച്ചുകൂടെ ടേസ്റ്റിയാണ്. ഇതിൻ്റെ പക്ഷെ ബാറ്റർ മറ്റേ ഒരു ചൈനീസ് ഡംപ്ലിങ് പോലെ തിന്നല്ല, നല്ല തിക്കാണ്. സോ ഇറ്റ്സ് ലൈക്ക് എ മീൽ, ഒരു സ്റ്റാർട്ടർ അല്ല, ഒരു പ്രോപ്പർ മീലാണ്. അകത്ത് നല്ല സവാളയും, വെരി നൈസ്. അതിൻ്റെ വെളിയിലത്തെ കോട്ടിങ്ങിന് നല്ലൊരു എഗ്ഗി ഫ്ലേവറും ഉണ്ട്. അതുകൊണ്ട് ആ മാവിനും നല്ല ടേസ്റ്റാണ്. ചോറും കറിയും കഴിച്ചിട്ട് എങ്ങനെയുണ്ട്? ഹാപ്പി ആയ? ശരിക്കും ഒരു ചോറും ബീഫ് കറിയും കഴിക്കുന്ന ടേസ്റ്റ് അല്ലേ? പക്ഷെ ഭയങ്കര ഹെൽത്തിയാണ്. കാരണം ഇതിന്റെ കണ്ട നിങ്ങൾക്ക് ഇത് ഒരു ഓയിലും ഇല്ല. ആ സമയത്ത് റൈസിനെ കാട്ടി മച്ച് ഹെൽത്തിയർ ആണ് ഈ സാധനം. വേദൂരിന് ഭയങ്കര ഇഷ്ടമായി റഷ്യൻ പിസ്സ അല്ലേ? പ്രിയ നല്ല ആളാട്ടാ. പ്രിയക്ക് ആ ഡെസേർട്ട് കണ്ടിട്ട് ചോറ് ബാക്കി എനിക്ക് തന്നിരിക്കുന്നത്. പ്രിയക്ക് അറിയാം എനിക്ക് വേസ്റ്റ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ ഇത് കഴിച്ചിട്ട് പ്രിയക്ക് അത് കഴിക്കണം. പറ്റിയ ആളാ. കഴിച്ചു നോക്ക് എങ്ങനെയുണ്ടെന്ന്. വെരി നൈസ് നോ? ഒരു കോഫിയുടെ ഒക്കെ അവനാക്കാം. ഫ്രം റഷ്യ. സംഭവമാണോ? സംഭവമാണോ? ചോക്ലേറ്റ് വല്ലതും ഉണ്ടോ? അപ്പൊ ഞാനും കഴിക്കും. മേളിൽ എന്താ നട്ട്സാ? ഫ്ലേക്സ് പോലെ എന്തോ അല്ലേ? അടിപൊളി. എന്റെ നോക്ക് ഫുൾ റിച്ച് ഡെൻസ് ചോക്ലേറ്റ് കേക്ക് ആണ്. ഞാൻ അത് നോക്കിയെടുത്ത്. എനിക്കൊന്ന് ചോക്ലേറ്റ് ചീസ് കേക്ക് ആണെന്ന് തോന്നുന്നു. അതിന് മുമ്പ് ചോറ് ഇനി തീർക്കണം, ചോറും ബീഫും. അടിപൊളിയായിട്ടുണ്ട്. ഡാഡിക്കൊക്കെ ഇത് വന്നിട്ട് കഴിച്ചാൽ നല്ല ഷുഗറൊക്കെ ഡൗണും ആവും, നല്ല ഫുഡും കഴിക്കാം. അങ്ങനെ നമ്മുടെ മീല് കഴിയാറായി. പക്ഷേ ഈ ചോക്ലേറ്റ് കേക്കിന്റെ പെർഫെക്ഷൻ നോക്ക്. ഓ മൈ ഗോഡ്, ഇത് കഴിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് തോന്നുന്നു മറ്റേ കേർഡ് പോലത്തെ സാധനമായിരിക്കും, ചോക്ലേറ്റ് കേർഡ് പോലത്തെ. അത് ചോക്ലേറ്റ് ചീസ് ആണോ? ഞാൻ ഒരു കാര്യം ഗ്യാരണ്ടി പറയാം, ഞാൻ റഷ്യയിൽ വീണ്ടും വരും ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രം. ദിസ് ഇസ് സോ ഗുഡ്. ഞാൻ വെറുതെ പറയല്ല, ഐ വിൽ കം. നിങ്ങൾ വെയിറ്റ് ആൻഡ് വാച്ച്. കാരണം അത്രയും അടിപൊളിയാണ് ഈ സംഭവം. ചോക്ലേറ്റ് കേക്കൊക്കെ ജസ്റ്റ് ഫ്ലവർലെസ് ചോക്ലേറ്റ് കേക്ക് എന്നൊക്കെ ചിലവരൊക്കെ കഴിച്ചു കാണുമല്ലോ, അത് തന്നെ. എക്സ്ട്രീംലി ഗുഡ് ക്വാളിറ്റി ഓഫ് ദ ചോക്ലേറ്റ്, പെർഫെക്റ്റ് കൺസിസ്റ്റൻസി. ആ വായിലിടുമ്പോൾ ഒരു വെൽവെറ്റി സ്മൂത്ത് ടെക്സ്ചർ ആണ്. ചോക്ലേറ്റ് ഒരു ബോക്സിംഗ് ഗ്ലൗസ് ഇട്ട് നമ്മുടെ മുഖത്തിട്ട് ഒരു ഇട്ടി വരുമ്പോൾ ഒരു ഫീലിംഗ് ഇല്ലേ, അതാണ് ഈ സംഭവം പറയാ. ചോക്ലേറ്റിന് എനിക്കൊരു അടി കിട്ടിയ പോലെ അത്രയും സംഭവം. You just have one bite and see. I cannot have this chocolate. It's not, you'll love it. Just have one slice. Two chocolate. No, it won't. Wait and see. എന്താ എന്താ ഇതിലെന്തല്ല, ചോക്ലേറ്റ് മാത്രമേ ഉള്ളൂ. അത് മാത്രമേ ഉള്ളൂ. കുറെ സ്നേഹമുണ്ട്. ചോക്ലേറ്റ് കൂടിപ്പോയി. ഇവിടുത്തെ കുതിരവണ്ടികൾ തന്നെ കണ്ട് എന്തൊരു ഭംഗിയാണ്. ശരിക്കും ഒരു സിൻഡ്രലയുടെ ഒക്കെ കുതിരവണ്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയായിരിക്കാനാണ് സാധ്യത. ഇത് വൈറ്റ് ആണെങ്കിൽ അത് ബ്ലാക്ക്. ആൻഡ് ദ ബാക്ക്ഗ്രൗണ്ട് ഇസ് ദിസ് ബ്യൂട്ടിഫുൾ വിന്റർ പാലസ്. എന്തൊരു വൈബല്ലേ പറയാ, പിള്ളേർ ഡാൻസ് ചെയ്ത്. നമുക്ക് ഏത് പബ്ലിക് സ്പേസിൽ ഇതുപോലെ താഴെ ഇരിക്കാൻ പറ്റുമോ നാട്ടില്? ഇത് ഇത്രയും ആൾക്കാർ വന്നിട്ട് ജസ്റ്റ് സീ ഒന്ന് ജാം ചെയ്യാ പറയാ. പ്രിയ നോക്ക് പ്രിയ, എന്താ ഇത്? ഇതാണ് റഷ്യ. ഇതാണ് ഹ്യൂജ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ വിന്റർ പാലസ് ആണ്, അതിലേക്കുള്ള എൻട്രൻസ് ആണ്. ഞാൻ പറഞ്ഞ ഈ ബിൽഡിംഗ് ആണ് 10 വർഷം എടുത്തത് പണിയാനായിട്ട്. ആൻഡ് ഇറ്റ് ഇസ് സോ ബ്യൂട്ടിഫുൾ. അതിന്റെ മുകളിൽ എനിക്കത് എന്തോ ഗാർഡ്സ് ഒക്കെയാന്ന് തോന്നുന്നു, ഹോഴ്സസും ഗാർഡ്സ് ഒക്കെ നിൽക്കുന്നത്. ഇതേ ഇവിടെ സിൻഡ്രലയും പുഷ്കിനൊക്കെ നിൽക്കുന്നുണ്ട് തോന്നുന്നു, സിഗരറ്റ് വലിച്ചുകൊണ്ട്. എല്ലാ സ്ഥലത്തും മ്യൂസിക്കാ, എല്ലായിടത്തും.
ക്ലാസിക്കൽ മ്യൂസിക് ആൻഡ് വാട്ട് എ പെർഫെക്റ്റ് പ്ലേസ് ടു ലിസൺ ടു ക്ലാസിക്കൽ മ്യൂസിക് അല്ലേ. സോ നൈസ്. ബേബീസ് ഒക്കെ ഔട്ട്ഡോഴ്സാണ്, എല്ലാവരും ഇവിടെ ഔട്ട്ഡോഴ്സാണ്. ആബ്സല്യൂട്ട്ലി സ്റ്റാൻഡിങ്. ഇത് നോക്ക് പ്രിയ വർക്ക് ആർച്ചിലെ. ആൻഡ് നമ്മുടെ ഒരു ഏറ്റവും ഫീൽ ചെയ്യുന്ന ഇങ്ങനത്തെ കോബിൾ സ്റ്റോൺ സ്ട്രീറ്റ്സ് അല്ലേ, ശരിക്കും ഒരു യൂറോപ്പിന്റെ ഒരു ട്രേഡ് മാർക്കാണ്. പ്രിയ ക്ലോക്ക് ഒക്കെ ഇൻട്രസ്റ്റ് എങ്ങോട്ടാ ഓടിപ്പോന്നെ? ജസ്റ്റ് ഇത് ക്ലോക്ക് എന്തൊരു സൈസാന്ന് നോക്കി ക്ലോക്കിന്റെ ഒക്കെ. സംഭവല്ലേ സമയം 5:30. ഈ ഡ്രസ്സേ ഞാനാണ് ഫുൾ കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നല്ലതാണെങ്കിൽ എനിക്കാണ് കോംപ്ലിമെന്റ് കേട്ടാ. പൊട്ടയാണെങ്കിൽ നിങ്ങൾ ഒന്നും പറയാതിരുന്നാ മതി, കംപ്ലൈന്റ് പറയണ്ട. ഇതെന്താണെന്നറിയോ? ട്രെയിലേഴ്സ്, ടോയ്ലറ്റ്സാ. 50 rupees. അപ്പൊ നമ്മള് ബഡ്ജറ്റ് ടൂർ എന്നൊക്കെ പറഞ്ഞു മറ്റേ ഇഫ് യു വോണ്ട് ടു യൂസ് ദ ബാത്റൂം പൈസ കൊടുത്തേ പറ്റോട്ടെ ഇങ്ങനെ പബ്ലിക് പ്ലേസസിൽ. എപ്പോഴും നമുക്കൊരു ഡെയിലി ഒരു 200 രൂപയാവുമെന്ന് തോന്നുന്നു നമുക്ക് 2 തവണയെങ്കിലും പോണെങ്കിൽ. നോക്ക് പ്രിയ സെയിന്റ് പീറ്റർസ്ബർഗിന്റെ ഭംഗി. ഇതൊരു ഹോട്ടലാണ്. ജസ്റ്റ് സീ ദിസ് ഹോട്ടൽ. നൈസ് നോ? കെമ്പൻസ്കി, ലീല കെമ്പൻസ്കി എന്നൊക്കെ കേട്ടിട്ടില്ലേ? പോവാം, ഒരു ദിവസം പോവാം എന്തായാലും. ഈ കനാൽസ് ശരിക്കും ഒരു വെനിസിന്റെ ഫീലാണ് സെയിന്റ് പീറ്റർസ്ബർഗിൽ കൊണ്ടുവരുന്നത്. അതെ, ഒരു കാര്യം ചോദിക്കട്ടെ, എത്ര ബ്രിഡ്ജസ് കാണും ഇവിടെ സെയിന്റ് പീറ്റർസ്ബർഗ് സിറ്റി ലിമിറ്റ്സിൽ? ഞാൻ പറയട്ടെ, ഇത് എത്ര വലുതാന്ന് എനിക്ക് അറിയില്ല. പിന്നെ എങ്ങനെ പറയും? ഐ മീൻ ഒരു ഏകദേശം ഒരു 342 ബ്രിഡ്ജസ്. ഓ, അത്രയും വലിയ സ്ഥലമാണോ? അപ്പോ ബേബി ഒരാള് പയ്യൻ ടാറ്റ കാണിക്കുന്നത്. നല്ല സ്ഥലം അല്ലേ? ഇങ്ങനെ ഒരുപാട് ബ്രിഡ്ജസ് ഉണ്ട് പ്രിയ. അതാണ് ഈ സിറ്റിക്ക് ഭയങ്കര ഒരു റൊമാൻറ്റിക് ഫീലിംഗ് കൊണ്ടുവരുന്നത്. ബ്യൂട്ടിഫുൾ ബോട്ടിങ്ങിന്റെ അപ്പുറത്തും ഇപ്പുറത്തും നോക്കി ബിൽഡിംഗ്സ്. അതെ, നമ്മൾ എന്തായാലും ഒരു ക്രൂസിന് പോകും കേട്ടോ. ഒരു ക്രൂസ് വിത്ത് OHF എന്തായാലും ഉടനെ പ്രതീക്ഷിക്കാം നിങ്ങൾക്ക്. ഒരു ചെറിയ കഫേയാ പ്രിയ. നോക്ക്, ചെറിയ ഇങ്ങനെ ഫ്ലവർ പോട്ട്സ് ഒക്കെ വെച്ച് ആർട്ടിക്കിലാണ്. മേളിൽ വേറെ എന്തോ ആണ്. ഇതിന്റെ അടിയിൽ ഇങ്ങനെ കയറിപ്പോയിട്ടൊരു കഫേ. ഭയങ്കര ഒരു ഫീലാണ്. ഇങ്ങനത്തെ ചെറിയ ലൈറ്റ്സ് ഒക്കെ തൂക്കിയിട്ട് ബ്യൂട്ടിഫുൾ സ്ട്രീറ്റ്സ് ഓഫ് സെയിന്റ് പീറ്റർസ്ബർഗ്, റഷ്യ. അടിയിലത്തെ ഡെക്കറേഷൻ നോക്കി പറയാം. വിൻഡോസിന്റെ സൈഡില് ലൈറ്റ്സും ലാംപ്സും ഓരോ ഡോൾസ് ഒക്കെ വെച്ച്, റഷ്യൻ ഡോൾസ് ഒക്കെ വെച്ച്. രാത്രിയൊക്കെ ലൈറ്റ്സ് ആയിരിക്കും. ഇവിടെ ഒരു സംഭവം ഉണ്ട്, റെസ്റ്റോറന്റിലൊക്കെ കയറി കഴിക്കാം, ഒരു റെസ്ട്രിക്ഷനും ഇല്ല. അപ്പൊ നമുക്കിവിടെ ഡെയിലി നൈറ്റ് എവിടെയെങ്കിലും പോയി കഴിക്കുന്നതായിരിക്കും ഡെഫിനറ്റ്ലി. പ്രിയ, ഇപ്പൊ നിൽക്കുന്ന ബിൽഡിംഗ് ഏതാണെന്നറിയോ? കണ്ടൊരു സാധാരണ അപ്പാർട്ട്മെന്റ് പോലെ ഇല്ലേ? അലക്സാണ്ടർ പുഷ്കിൻ കേട്ടിട്ടുണ്ടോ? പുഷ്കിൻ എന്ന് പറയുന്നത് നമ്പർ 1 പോയറ്റ് ആയിരുന്നു റഷ്യയിലെ. ഓക്കെ, നമ്പർ 1 പോയറ്റ്. ഇത് വാസ് ലൈക്ക് ഐക്കൺ. പുഷ്കിൻ സ്ട്രീറ്റ് ഉണ്ട്, പുഷ്കിന്റെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. പുള്ളി താമസിച്ച അപ്പാർട്ട്മെന്റ് ഇത്. അപ്പാർട്ട്മെന്റോ? He used to stay in a rented apartment with his wife. അതിപ്പോ ഫുൾ മ്യൂസിയം ആക്കി. അലക്സാണ്ടർ പുഷ്കിൻ്റെ എനിക്കൊന്ന് എന്തൊക്കെയോ വിന്റേഴ്സ് ടെയിലോ അങ്ങനത്തെ ഒക്കെ കുറേ ഇതുണ്ട്, ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത പോയമുണ്ട്. നല്ല പോയംസ് ആണ്. നിങ്ങളൊന്ന് പറ്റുമെങ്കിൽ ഗൂഗിളിൽ നോക്ക്. എനിക്കൊന്ന് കുറേ നല്ല പോയംസ് ഉണ്ട് പുള്ളിയുടെ. പക്ഷെ ഒരു രസകരമായ കാര്യം എന്താണെന്നറിയോ? ഈ അലക്സാണ്ടർ പുഷ്കിൻ എങ്ങനെയാ മരിച്ചതെന്നറിയോ? പുള്ളിക്കാരന്റെ വൈഫിനെ ഒരാൾ സെഡ്യൂസ് ചെയ്യാൻ നോക്കി, അയാളായിട്ട് തല്ലുപിടിച്ചാണ്. ഒരു ഡ്യുവലിന് പോയിട്ടാണ് അലക്സാണ്ടർ പുഷ്കിൻ ഇത്രയും വലിയ മനുഷ്യൻ മരിച്ചു പോയത്. അപ്പൊ പുള്ളിയുടെ അപ്പാർട്ട്മെന്റ് ആണ്. അന്നത്തെ കാലത്തൊക്കെ ഡ്യുവൽ എന്ന് പറയുമല്ലോ, ഈ ഫൈറ്റ് 1-on-1 ഫൈറ്റ്സ്, അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്യുന്നത്. അങ്ങനെ മരിച്ചു പോയതാ. എന്തായാലും ബ്യൂട്ടിഫുൾ ബിൽഡിംഗ്. ഒരു പോയറ്റ് അല്ലെങ്കിൽ ലിറ്ററേച്ചർ ലവേഴ്സ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി മസ്റ്റ് വിസിറ്റ്. ഓക്കെ, എന്താ ഇത്? പുഷ്കിൻ മ്യൂസിയം. എന്താ തല്ലുപിടിച്ച പറഞ്ഞിരിക്കുകയാണോ? പ്രിയ, എനിക്ക് മ്യൂസിയത്തിൽ കയറാൻ സമയമില്ല, പക്ഷെ അലക്സാണ്ടർ പുഷ്കിനെ കണ്ടിട്ടില്ലല്ലോ. ഇവിടെ ഉണ്ടൊരു സ്റ്റാച്യു. എന്ത് രസമാണ് നോക്കി. ഈ ഒരു കോട്ടിയാടൊക്കെ പണ്ടത്തെ ബിൽഡിങ്സും അങ്ങനെ ഭയങ്കര ഒരു എസ്തെറ്റിക്സ് ആയിരുന്നു ഇവർക്കൊക്കെ. റിനോവേഷൻ നടന്നിട്ടുണ്ട് ഒബ്വിയസ്ലി, പക്ഷെ എന്നാലും ഈ കോട്ടിയാടൊക്കെ പണ്ടേ ഉള്ളതാ. ആൻഡ് ദി ഗ്രേറ്റ്, ദി ലിറ്ററേച്ചർ ജീനിയസ് അലക്സാണ്ടർ പുഷ്കിൻ. പുഷ്കിനെ കണ്ടല്ലോ. അയാൾ ഇതുമാതിരി കോട്ടിട്ട് നിക്കുന്നുണ്ടേ. അമ്മ അമ്മ ശാശാന്ന്
വേദുവിന്റെ ഞങ്ങൾ പുതിയതായിട്ട് വാങ്ങിയാണ്. വേദുവിന്റെ ലുക്കൊക്കെ ഞങ്ങളൊന്ന് മാറ്റാൻ തീരുമാനിച്ചു. എവിടെ വേദുവിന് ഇപ്പൊ എല്ലാരും ശാശയാ. വാ, ഉറങ്ങുമ്പോഴും ഉണ്ണുമ്പോഴും ഒക്കെ ശാശ വേണം. നല്ല ഫീൽ അല്ലേ, നല്ല അപ്പാർട്ട്മെന്റ് കോംപ്ലക്സ്. വാ, ഇനി അടുത്ത മെയിൻ സ്ഥലത്തേക്ക് പോവാം. എനിക്ക് എല്ലായിടത്തും ഭയങ്കര ഒരു മനസ്സ്, ഒരു സോൾ ഫീലിംഗ് എക്സ്പെരിമെന്റ്, ഐ മീൻ ഒരു ട്രിപ്പ് പോലെ അല്ലേ ഇത്. നമ്മുടെ മനസ്സെന്ന് അറിയുന്ന പോലെ ഒരു ഫീലിംഗ് ഇല്ലേ, എന്താണെന്നറിയില്ല. വാ, അത് നമ്മൾ വെറുതെ നടന്നു വന്നപ്പോൾ ഈ അടുത്ത സ്ഥലത്തേക്ക് പോകുന്ന വഴിക്ക് ഒരു ബിൽഡിംഗ്, പഴയ ബിൽഡിംഗ് കണ്ടേ, ഇൻട്രസ്റ്റിംഗ് ആയതുകൊണ്ട് കയറി നോക്കി. എന്താണെന്നറിയോ, ആർക്കേഡ് മ്യൂസിയം ആണ്. ഈ മ്യൂസിയത്തിലേക്ക് കയറുന്നില്ല, പക്ഷെ അവിടെ പഴയ സോവിയറ്റ് യൂണിയന്റെ പോലത്തെ ഈ കാസ് ഒക്കെ കിട്ടും. സോ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ക്യാൻ യു ബിലീവ് 1980s ആർക്കേഡ് ഗെയിംസ് ഇല്ലേ, അതിൻ്റെ ഒരു മ്യൂസിയമാണ് ഇപ്പം റഷ്യയില്. സംഭവം അല്ലേ, സംഭവം. എന്താ ഇതൊക്കെ പണ്ട് ഓടിച്ചിട്ടുള്ള വേദു ഇറങ്ങി കേട്ടോ. പുള്ളി അപ്പ ഈ ക്ലാസ് ഓടിച്ചിട്ട് മോനെ കൊണ്ടേ റൈഡിൽ ഇരുത്താം. ഇത് നോക്ക് വേദു, നോക്ക്. വാ, ഇത് കണ്ട, ഇതിവിടെ ഇങ്ങനെ വെക്കുക. എൻ്റെ ഫേവറേറ്റ് ഡ്രിങ്ക് ഇപ്പോൾ വരും. വെയിറ്റ് ചെയ്തോണേ മോൻ. കോയിൻ ഇട്ടോ. അവിടെ എന്താ വരാത്ത? ആ അതെ, കണ്ടാ വരുന്നത്. ചായയുടെ കളറല്ലേ, അത് ഗ്യാസ് ആണേ മൊത്തം. എന്താ ഇത്, പഴയ 1986 കണ്ടാണ് ഇത്. ആലോചിച്ച് നോക്ക്, പഴയ ആർക്കേഡ് മെഷീൻസിൽ ഇരുന്ന് കളിക്കുന്ന വേദു. ഇതൊക്കെ റഷ്യയിലെ നടക്കുള്ളൂ വേദു. ഇതൊക്കെ നോക്ക്, പഴയ എല്ലാം 85, ഇത് 88, ഇത് 85, എല്ലാം കണ്ട ഒരു 80s ഇതൊക്കെ. ഇത് മാത്രം 1990. പാക്മാനൊക്കെ ഓർമ്മയുണ്ട് ആർക്കെങ്കിലും? പ്രിയ, ഇതാണ് മറ്റേ മോസ്കോയിലെ ചേർച്ച് ഇല്ലേ, അതുപോലെ തന്നെ ഇവിടുത്തെ ചേർച്ച് ഓഫ് സേവിയർ ഓൺ സ്പിൽ ബ്ലഡ്. അതാണ് ഈ ചേർച്ച്. ഭയങ്കര ഭംഗിയാണ്. പക്ഷെ ഇത് ആക്ച്വലി ഒരു ട്രാജിക് ചേർച്ചാണ്. അലക്സാണ്ടർ ടു എന്ന് പറഞ്ഞ റൂളറിന്റെ ടൈമിൽ ഇവിടെ വെച്ചാണ് പുള്ളിനെ ഒരു മർഡർ അറ്റംപ്റ്റ് ഉണ്ടായി. ആദ്യത്തിലും മരിച്ചില്ല, പക്ഷെ ആ കൊന്ന ആളെ ചേസ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ വേറൊരാളും കൂടെ ബോംബിട്ട് ഹി ഡൈഡ്. അതിന്റെ ഡെഡിക്കേറ്റഡ്, അതാണ് തോന്നുന്നു സ്പിൽ ബ്ലഡ് എന്ന് പറഞ്ഞ ഒരു പേരിൽ ചേർച്ച് തുടങ്ങിയിരിക്കുന്നത്. അല്ലോ, അപ്പൊ ഡോക്ടേഴ്സ് എത്തിയിട്ടുണ്ട്. സെയിന്റ് പീറ്റർസ്ബർഗിലും ഉണ്ട് ഇവര്. 2 ദിവസത്തേക്ക് വന്നാണ്. ആ അത് പക്ഷെ എനിക്ക് എന്താണെന്ന് അറിയില്ല അതിന്റെ കാരണം. എനിക്കൊന്ന് ആ പഴയ കാലത്ത് പണിതുകൊണ്ടായവാനാണ് സാധ്യത. ഭയങ്കരമായിട്ട് ഒരു മുസ്ലിം ക്രിസ്ത്യാനിറ്റി മിക്സ് പോലെയാണ്. എന്തൊരു ഭംഗിയായി ചേർച്ച്. പക്ഷെ ഇവിടുത്തെ മിക്ക ചേർച്ചസും ഇത്രയും ഭംഗി തന്നെയാണ്. അല്ല, ഏത് പഴയ ഇമ്പോർട്ടന്റ് അല്ലാത്ത ചേർച്ചസ് ആണെങ്കിൽ ഇതുപോലെ തന്നെ ബ്യൂട്ടിഫുൾ ആണ്. ആർക്കിടെക്ചർ വൈസും പെയിന്റിംഗ് വൈസും ഒക്കെ അടിപൊളിയാ. ലുക്ക് വൈസും. അതെ, അകത്തേക്ക് കയറാലോ. അപ്പൊ എനിക്ക് അകത്ത് എന്താ കാണണമെന്ന് ഭയങ്കര ഇൻട്രസ്റ്റ്. അത് ഇവിടൊക്കെ ഡ്രോൺ എടുക്കാൻ പാടാണ്. എനിക്ക് താജ്മഹലിന്റെ ചായയില്ലേ? രാജ്മഹലോ? അതെന്താ രാജ്മഹൽ? താജ്മഹൽ. ഓ, ഞാൻ രാജ്മഹലിനാ കേട്ടെ. ഇല്ലേ, അതല്ല വൈറ്റ്. നിങ്ങൾ കയറിയിട്ടില്ലല്ലേ ഇവിടെ? വൈറ്റ് കളർ അല്ലേ ഞാൻ പറയുന്നത്? അതെ, ഞങ്ങളുടെ വ്ളോഗ് കണ്ട നിങ്ങൾക്ക് എല്ലാവരും കാണാം. അതെ, റഷ്യയിലുള്ളവർക്കും കാണാം. അതെ. Are you not wowed by this? ഞാൻ മാത്രമുള്ള വാവ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ശരിക്കും ഇതൊക്കെ ഒരു സംഭവമായിട്ട് തന്നെ തോന്നുന്നുണ്ടോ? Absolutely amazing. ആ ലൈറ്റിനൊക്കെ ഭംഗി നോക്കിയാൽ എവിടെ നോക്കിയാൽ പെയിന്റിങ്സ് തന്നെയാണ്. ഒരു ഇഞ്ചില്ല ഇങ്ങനെ എം ടി കിടക്കുന്ന മതിൽ. വൈഡിലിട്ട് കാണിച്ചു തരാം. ജസ്റ്റ് സീ ദിസ്. സംഭവമായിരുന്നല്ലേ പ്രിയാകം? എന്തൊരു സ്ഥലമല്ലേ, മസ്റ്റ് വിസിറ്റ് കേട്ടാ. വേൾഡിൽ കുറച്ച് വർക്ക് ഒക്കെ നടക്കുന്നുണ്ടെങ്കിലും അകം അടിപൊളി. ശരിക്കും പറഞ്ഞാൽ ഇവിടെ എന്തോരം പാലസസ് ആണ്. ഇത് പാലസ് അല്ലല്ലോ, അല്ല ഐ മീൻ ചേർച്ചസ്. ആ ചേർച്ചസ് ഇഷ്ടം മാതിരി ഉണ്ട്. ഇനി അടുത്തത് നമ്മൾ പോകാൻ പോകുന്നത് ഇത് ഫോട്ടോ എടുക്കാനാണ്. ഇതിലൊന്നും നിങ്ങൾ പോയി പെടരുത്, നല്ല പൈസ വാങ്ങും.
നമ്മളൊരു വാക്കിംഗ് ടൂർ പോലെയാണ്, ഒരു ഇൻട്രൊഡക്ഷൻ ടു സെയിൻറ്റ് പീറ്റേഴ്സ്ബർഗ്. അപ്പോൾ അടുത്ത് നമ്മൾ പോകാൻ പോകുന്നത് ഇതുപോലെ തന്നെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കസാൻ കത്തീഡ്രലാണ്. പക്ഷേ പോകുന്ന റൂട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇറ്റ്സ് ഗോയിങ് ടു ബി വൺ ഓഫ് ദ മോസ്റ്റ് സീനിക് സ്ട്രീറ്റ്സ് ഇൻ ദ വേൾഡ്. ഏറ്റവും ഭംഗിയുള്ള ഒരു സ്ട്രീറ്റ്, വേൾഡിൽ വെച്ച് തന്നെ ഒരു ഭംഗിയുള്ള സ്ട്രീറ്റാണ്. അതിൻ്റെ ബാക്ക് ഡ്രോപ്പിലാണ് ഈ ഒരു കിഡിലൻ ചേർച്ച്. അടിപൊളിയല്ലേ സംഭവം തന്നെ. നോക്കിയോ ഈ സ്ട്രീറ്റ്, ഓടക്കുണ്ട് വായിക്കുന്നു. ഈ സ്ട്രീറ്റിൽ നിന്ന് അല്ല, ഈ ഒരു പള്ളിയുടെ ഓപ്പോസിറ്റുള്ള വ്യൂ നോക്കിക്കോണേ. അപ്പോൾ അത് ഈ ഒരു ബ്യൂട്ടിഫുൾ ചേർച്ചിൻ്റെ ഓപ്പോസിറ്റ് തന്നെ, ഓപ്പോസിറ്റ് അല്ല, ത്രൂ ദ സൈഡ്സ് തന്നെ ഒരു ബ്യൂട്ടിഫുൾ കനാൽ. ആൻഡ് ഇതാണ് മെയിൻ സ്ട്രീറ്റ്. ഒരുപാട് ഷോപ്പിംഗ് ഉണ്ട്, ഷോപ്സ് ഉണ്ട്, ബ്യൂട്ടിഫുൾ ബിൽഡിങ്സ് ഉണ്ട്. ഇതാ ഒരു മസ്റ്റ് സീ അല്ലെങ്കിൽ ഫസ്റ്റ് തിങ് ടു സീ ഇൻ റഷ്യ അല്ലെങ്കിൽ സെയിൻറ്റ് പീറ്റേഴ്സ്ബർഗ് ഇത് തന്നെയാണ്. പക്ഷെ ഇവിടെയൊക്കെ സാധനങ്ങൾ ഭയങ്കര ടൂറിസ്റ്റ് ആയിരിക്കും അല്ലേ, റേറ്റ്സ്. എനിക്ക് തോന്നുന്നു എല്ലാം വില കൂടുതലാവാനാ സാധ്യത. നമ്മുടെ സ്ഥലത്തും അങ്ങനെ തന്നെയാണ്. അതെ, പക്ഷെ ജസ്റ്റ് ടു വാക്ക് അത് മാത്രം മതി ഇവിടെ. ഇതൊരു അടിപൊളിയാ, കംപ്ലീറ്റ് സോവനിയേഴ്സ് ആണല്ലോ. ഇത് നല്ല കുളിർമരുന്ന കാര്യങ്ങളല്ലേ, വാങ്ങാതിരുന്നാ മതി എന്ന് തോന്നുന്നു. ആ, നമ്മൾ ഇവിടെ ഒരു ഫ്ലീ മാർക്കറ്റ് ഉണ്ട്, അതൊക്കെ പോയി എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. വളരെ ലോക്കൽസ് മാത്രം പോകുന്ന ഒരു മാർക്കറ്റ് ഉണ്ട്, അതൊക്കെ വഴിയേ വരും കേട്ടോ. നിങ്ങൾ ഫുൾ ഈ സെയിന്റ് പീറ്റേഴ്സ്ബർഗ് വ്ളോഗ്സ് കണ്ടുകൊണ്ടിരിക്കുക. ഈ സെയിന്റ് പീറ്റേഴ്സ്ബർഗ് കുറച്ചും കൂടെ ലൈവ്ലിയാണ്, ഭയങ്കര ലൈവ്ലി. അതെ, നോക്കിയാലും പാട്ടും മ്യൂസിക്കും. ആൾക്കാർ ഇവിടെ കുറച്ചും കൂടി ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട്. ഇന്ത്യയിൽ നിന്ന് വന്നവർക്കൊക്കെ I'm glad to see you. You look very nice. Now I'm playing very famous. I like it song, national Indian song. Oh, thank you. നമുക്ക് വേണ്ടി ഇന്ത്യൻ സോങ് പ്ലേ ചെയ്യുന്നു. I wish you happiness and many health. Thank you. ഇതിന്റെ അപ്പുറം രോമാഞ്ചം വരുന്ന നിമിഷമുണ്ട്. റഷ്യയിൽ ഇന്ത്യൻ നാഷണൽ ആന്തം പ്ലേ ചെയ്യുന്നു. If you much money, I invite you for people a restaurant. പ്രിയ, രോമാഞ്ചം വന്നോ? രോമാഞ്ചം വന്നോ? നമുക്ക് വേണ്ടി മാത്രം ഇത്രയും പേരുടെ മുമ്പില്. അതെ, നമുക്ക് വേണ്ടി സംഭവമല്ലേ. നിങ്ങൾ ഇതൊക്കെ കണ്ടിട്ട് എങ്ങനെ റഷ്യ വരായിരിക്കും? പ്ലീസ് യു ഗൈസ് വർക്ക് ഹാർഡ്, സ്റ്റഡി ഹാർഡ്, സേവ് മണി. വെറുതെ അനാവശ്യ കാര്യത്തിനും വെറുതെ ഫോൺ അപ്ഗ്രേഡ് ചെയ്യാനും അതൊക്കെ വിട്ടുകളാം കുറച്ച് കാലത്തേക്ക്. സേവ് യുവർ മണി, ബി സ്പെൻഡ് വൈസ്ലി, കം ടു റഷ്യ, മേക്ക് എ മെമ്മറി ഓഫ് എ ലൈഫ് ടൈം. എൻ്റെ ഒരു മെയിൻ ആഗ്രഹം, ഞാൻ ഇവിടെയും കണ്ടത് എന്താണെന്നറിയോ, ഹൗസ് വൈഫ്സ് അല്ലെങ്കിൽ ലേഡീസ്, നിങ്ങൾക്ക് നാട്ടിലാണെങ്കിലും നിങ്ങൾ ഒബ്വിയസ്ലി നിങ്ങൾക്ക് കൊച്ചു പിള്ളേരെ നോക്കണം, വീട്ടുകാര്യങ്ങളൊക്കെ നോക്കണം. എന്നാലും ഒരു 2 മണിക്കൂർ നിങ്ങളുടെ ഒരു പാഷൻ എങ്ങനെ ഒരു ഇൻകം ആക്കാൻ പറ്റുമെന്ന് നോക്കുക. എങ്ങനെയെങ്കിലും അത് കുട്ടികൾക്ക് ട്യൂഷൻ എടുത്താണോ, നിങ്ങൾ കുക്കിംഗ് ആണെങ്കിൽ അടുത്തുള്ള വീട്ടുകൾക്ക് വളരെ തുച്ഛ മാർജിന് വിൽക്കുവാണോ, എപ്പോഴും എന്തെങ്കിലും ഒരു എൻ്റർപ്രൈസിങ് ആയിട്ടൊരു ഐഡിയ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ നോക്കുക. ചിലപ്പോൾ വരുമാനം പ്രോഫിറ്റ് ഒന്നും കാര്യമായിട്ട് ഇപ്പോൾ കാണില്ലായിരിക്കും, മേ ബി 10-20 വർഷം കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത്. പക്ഷേ ജസ്റ്റ് ഡൂ സംതിങ്. വെറുതെ ഇരിക്കാതെ വീട്ടിൽ നിങ്ങളുടെ, ഞാൻ പറഞ്ഞില്ല ഹൗസ് വൈഫ് ആയിരിക്കാം, നാട്ടിലത്തെ കൾച്ചറൊക്കെ നമുക്കറിയാം. പക്ഷെ എന്നാലും എനിക്ക് എല്ലാവരും 10 രൂപയെങ്കിൽ 10 രൂപ സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റണം. അങ്ങനെ എല്ലാവരും ട്രൈ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഒരു നാടും ആൾക്കാരുടെ മൈൻഡും എല്ലാം ഔട്ട്ലുക്ക് ഒക്കെ മാറും. വെൻ യു സ്റ്റാർട്ട് ഏർണിംഗ് ബൈ യുവർ സെൽഫ്, അതൊരു വേറെ ഫീലിംഗ് തന്നെയാണ്. അത് 10 രൂപ ആയിരിക്കാം, 1 കോടി ആയിരിക്കാം. പക്ഷേ പ്ലീസ് ജസ്റ്റ് ട്രൈ ടു ഡു സംതിങ്. എന്തെങ്കിലും ഒരു ഐഡിയാസ് നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. ബുക്ക് സ്റ്റോർ ആണിത്, ബുക്ക് സ്റ്റോർ. ജസ്റ്റ് സീ ദിസ്
ഒരു ബുക്ക് സ്റ്റോർ ആണ്. ആൻഡ് ഇറ്റ് ഈസ് ആക്ച്വലി ഈ നെവ്സ്കി പ്രോസ്പെക്ട് എന്ന് പറഞ്ഞ ഏരിയയിലെ വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ബിൽഡിങ്സ് ആണ്. ഇവിടുത്തെ തിരക്കൊന്നും നോക്കി എല്ലാവരും ഭയങ്കര ലിറ്ററേച്ചർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ജസ്റ്റ് ഒന്ന് കയറി നോക്കണം അകത്ത് എന്താ സംഭവം എന്ന്. ഇതാണ് വൺ ഓഫ് ദ റഷ്യാസ് തന്നെ സെയിന്റ് പീറ്റർസ്ബർഗ് ഒരു റഷ്യയിലെ ഐക്കോൺ കസാൻ കത്തീഡ്രൽ. ഐ തോട്ട് ഇറ്റ്സ് സം ഹാൾ ഓർ സംതിങ്. അതെ, കസാൻ കത്തീഡ്രൽ ആണ്. 1801 പണിതിട്ട് 10 years എടുത്ത് പണിത് തീർന്നതാണ്. ലേഡി ഓഫ് കസാൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു മെയിൻ ഇതുണ്ട്. ഒരുപാട് ചേർച്ചസ് ഉള്ള ഒരു ഇതാണ്, സെയിന്റ് ആണ് ലേഡി ഓഫ് കസാൻ എന്ന് പറയുന്നത്. ആൻഡ് ഇത് ലേഡി ഓഫ് കസാന്റെ ചേർച്ചാണിത്. 1801 പണിത 10 years. അതുമാത്രമല്ല റഷ്യയുടെ ഒരു വാർ എന്തോ 1812 കണ്ട് വിക്ടറി കൂടെ സെലിബ്രേറ്റ് ചെയ്തും കൂടെയുള്ള ഒരു ചേർച്ചാണിത്. എനിക്കൊന്ന് ഇവരുടെ എല്ലാ ചേർച്ചസും എല്ലാ ബിൽഡിങ്സ് എന്തെങ്കിലും വാർ റിലേറ്റഡ് ആണ്. സെലിബ്രേഷൻസ് വാർ ജയിക്കുമ്പോൾ ഉള്ള ഒരു സംഭവമാണ് ഇവരുടെ മിക്ക ചേർച്ചസ് ആണെങ്കിലും ബിൽഡിങ്സ് ആണെങ്കിലും. ഒരുപാട് വാർ എൻഡ്യൂർ ചെയ്ത കൺട്രി അല്ലേ. ഇവിടെ മെയിൻ ഏരിയ ആണല്ലേ കുറെ എല്ലാ ഈ ഏരിയയിലാ. അപ്പം പറഞ്ഞാൽ ഞങ്ങൾ ഈ ഒരു ടൂറ് ഞങ്ങളിപ്പോ ഈ വീഡിയോ ചെയ്യുന്ന സെയിം റൂട്ട് നിങ്ങളും പിടിച്ചാൽ മതി. മെയിൻ സൈറ്റ്സ് ഓഫ് സെയിന്റ് പീറ്റർസ്ബർഗ് സിറ്റി കാണാൻ പറ്റും. കത്തീഡ്രലിലേക്ക് കയറാൻ പാ. ശരിക്കും നമ്മുടെ പാർലമെന്റ് പോലെ ഏകദേശം ആ ഒരു ഫീലിംഗ് ആണ്. പിന്നെ അത് മാത്രമല്ല ഇത് ആക്ച്വലി ഈസ്റ്റേൺ ഓർത്തഡോക്സ് ചേർച്ച് ആണ്. അതെന്താ പറയുക, നോർമൽ ഓർത്തഡോക്സ് അല്ല, ഈസ്റ്റേൺ ഓർത്തഡോക്സ് ചേർച്ച് ആണ്. അതുകൊണ്ട് ഇതിന്റെ അകമൊക്കെ അടിപൊളിയായിരിക്കും കേട്ടെ. പില്ലേഴ്സൊക്കെ നോക്ക് സൈസ്, പില്ലേഴ്സ് നോക്ക്, ഇറ്റ്സ് സോ ഹ്യൂജ്, മൈ ഗോഡ്. അത് ഒരു സൈഡിൽ വെയിലടിക്കുന്നു, ഒരു സൈഡിൽ ഷെയ്ഡും. ഇറ്റ്സ് ലൈക്ക് എ പ്ലേ ഓഫ് കളേഴ്സ് ഓൾസോ ഇൻസൈഡ് ഓൾ ദിസ്. എന്തൊരു അമേസിങ് സ്ട്രക്ചേഴ്സ് ആണ് നോക്ക്. സോ എന്നാ നമ്മുടെ ഒരു ഞാൻ പറഞ്ഞ ഹാർട്ടിനും മൈൻഡിനും ഒക്കെ ഒരു ഫുൾഫില്ലിങ് ഫീലിംഗ് ആണ് ഇവിടെ വന്നു കഴിയുമ്പോൾ. നേരെ നമുക്ക് നമ്മുടെ അവിടെ നിന്ന് ബുക്ക് സ്റ്റോറും കാണാം. ബുക്ക് സ്റ്റോർ ആണ്, അതിന്റെ തന്നെ ഭംഗി നോക്ക്, എന്തൊരു ബിൽഡിംഗ് ആണ്. ആ സീലിംഗിലുള്ള വർക്ക് തന്നെ നോക്ക്. 250-250-year-old churches are beautiful, no? അതെ, അകം ഭംഗിയാണ്, വെളിയിലും ഭംഗിയാണ്. അത് മാത്രല്ല ആൾക്കാർക്ക് ഒരു ഹാപ്പിനെസ് തരുന്ന ഒരു റിലീജിയസ് പ്ലേസിന്റെ. അതെ, ആൾക്കാർക്ക് ഇതുപോലെ ഹാപ്പി ആയിട്ട് ഇരിക്കുക, സംസാരിക്കുക, കുട്ടികൾ പ്രാവായിട്ട് കളിക്കുക, ഫൗണ്ടൻസ് തന്നെ, വാട്ടർ ബോഡീസ് വരുമ്പോൾ തന്നെ ഒരു വേറെ ഫീലിംഗ് ആണ് ശരിക്കും. അതാണല്ലോ ഏറ്റവും ഇമ്പോർട്ടന്റ്. ബ്യൂട്ടിഫുൾ പ്ലേസ്, ബ്യൂട്ടിഫുൾ. ഒരു ദിവസം കുറച്ച് നേരം ആയിട്ടുള്ളൂ, പക്ഷെ നിങ്ങൾ എത്ര സ്ഥലങ്ങൾ കണ്ടു. അതേ പറഞ്ഞ എളുപ്പത്തിൽ നമുക്ക് നടന്ന് കവർ ചെയ്യാം. മോസ്കോ പോലെയല്ല. ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് സെയിന്റ് ഐസക്സ് കത്തീഡ്രലിലേക്കാണ്. പക്ഷെ എനിക്ക് ബുക്ക് സ്റ്റോർ ഒരിക്കലും മറക്കില്ല ഞാൻ. ജസ്റ്റ് സീ ദ ലൈഫ് ഹാപ്പനിങ് ഓവർ ഹിയർ. എന്താല്ല, ഇന്ന് ഒബ്വിയസ്ലി സൺഡേ ആണ്, അതിൻ്റെ ഒരു ലൈവ്ലിനെസ് ഉണ്ട്. പക്ഷെ എന്നാലും എവ്രി വൺ ഇസ് ഔട്ട്, എവ്രി വൺ ഇസ് ഔട്ട്ഡോഴ്സ്, എവ്രി വൺ ഇസ് ഹാപ്പി. ഏറ്റവും കൂടുതൽ കപ്പിൾസ് ഹോൾഡിങ് ഹാൻഡ്സ് ഞാൻ കണ്ടിരിക്കുന്നത് ഇവിടെയാണ്. അത് 18, 14, 15 വയസ്സായ ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് ആണെങ്കിലും ശരി, ആ സമയത്ത് 80 years ആയ ഓൾഡ് പീപ്പിൾ ആണെങ്കിലും ശരി, എല്ലാവരും ഭയങ്കരമായിട്ട് ഒരു ഫിസിക്കൽ, റഷ്യൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ഫിസിക്കൽ ആയിട്ട് എഫെക്ഷൻ, അവരുടെ ലവ് ഡിസ്പ്ലേ ചെയ്യുന്ന ആൾക്കാരാന്ന് തോന്നുന്നു. ഭയങ്കര കോമൺ സൈറ്റ് അതിവിടെ. ആൻഡ് ഇവര് സ്ട്രീറ്റ്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്, ലാമ്പ് പോസ്റ്റ്, രാത്രി അറിയാലോ ഒരു യെല്ലോ കളർ ആയിരിക്കും ലൈറ്റ്സ് ഒക്കെ. ആൻഡ് ഫ്ലവേഴ്സ്, ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ്. മ്യൂസിക് എവിടെയും കണ്ടിട്ടില്ല ഡോക്ടറെ. യൂറോപ്പിലൊക്കെ പോലെ ഇവിടെ എല്ലാ മുക്കിലും മൂലയിലും ലൈവ് മ്യൂസിക്കാ. നന്നായി ഏണിംഗ് ഉണ്ട് ഈ പിള്ളേര് അല്ലേ. എല്ലാരും ഒരു 10 രൂപ ഇട്ട് പോയാൽ പോരെ, ഒരു 1000 പേര് ഇട്ട് എത്രയായി? പ്രിയ, സംഭവം എന്താ ഇത്? എന്താ ഇത്? ഒരു ഐഡിയ ഇല്ല. എന്താണെന്നറിയോ? ഞാൻ പറഞ്ഞുതരാം. സെയിന്റ് ഐസക്സ് കത്തീഡ്രൽ, ഒരു കാര്യം അറിയോ? ബിഗ്ഗസ്റ്റ് കത്തീഡ്രൽ ഇൻ റഷ്യ, 3rd biggest in the world. Really? 40 years of construction. 40 years? 1818 തുടങ്ങിയതാ. 40 years of construction and എനിക്കൊന്ന് 1 lakh ഗോൾഡ് കോയിൻസ് കണ്ടായിരുന്നു അന്നത്തെ കാലത്തിന്റെ കൺസ്ട്രക്ഷൻ കോസ്റ്റ്. 1 lakh ഗോൾഡ് കോയിൻസ് റുപ്പീസ് അല്ല, റൂബിൾസ് അല്ല, കോയിൻസ്. അൺഇമാജിനബിളി എക്സ്പെൻസീവ് ആണ് ഈ ഒരു കത്തീഡ്രൽ. നമുക്ക് എങ്ങനെ നോക്കിയാലും ഇതിന്റെ അടുത്ത് പോയി ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം ഇറ്റ്സ് സോ ഹ്യൂജ്. പക്ഷേ
പ്രിയൊക്കെ താഴെ നിൽക്കേണ്ടി വരും, പ്രിയം വേദും ഒക്കെ, കാരണം മേള് വരെ കയറാനുണ്ട്, ഭയങ്കര പാടാ. ക്യാൻ യു കോംപ്ലിമെന്റ് ദ സൈസ്? ഇതിന്റെ സൈസ് നിങ്ങൾക്കൊന്ന് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇറ്റ് ഈസ് അബ്സല്യൂട്ട്ലി പറയാൻ പറ്റുന്നില്ല. ഇത് എന്താ ഈ സംഭവം? എന്താണ് ഇങ്ങനെ എക്സ്ട്രാവഗന്റ് എന്നൊക്കെ പറയുന്ന റഷ്യ തന്നെ, വേറെ ഒന്നുമല്ല. ഡോക്ടറെ, അപ്പൊ ഞങ്ങൾ പോയിട്ട് വരാം. നിങ്ങൾ ഇന്നലെ വന്നതല്ലേ? അതെ. ഇവർക്ക് ടെൻഷൻ എന്താ അറിയോ? ക്ഷീണിച്ചു വരുന്നു. അത് വേദുവിനെ എടുത്തോണ്ട് കയറാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. മിക്കവാറും ഞങ്ങൾ തിരിച്ചു വരുമ്പോഴേക്കും വല്ല മെക്ഡോണൾസ് എല്ലാം കയറേണ്ടി വരും കേട്ടാ. ക്ഷീണിക്കോ ശരിക്കും? അതാ നോക്കട്ടെ. എന്നാലും നമ്മൾ ഈ വേൾഡിലെ തേർഡ് ലാർജസ്റ്റ് കത്തീഡ്രലിൽ വന്നിട്ട് വേദു മോൻ ഇല്ലാതെ നമുക്ക് പോവാൻ പറ്റുമോ? വേദു പറ്റുമോ? നോക്കണ്ട, വേദു തന്നെ അറിയാം. അല്ലെങ്കിൽ നിങ്ങൾ അല്ലാതെ യെസ് അല്ലേ പറയുന്നത്. ഇപ്പൊ നോവും കറക്റ്റായി പറഞ്ഞു. നമ്മൾ കയറും വേദു, എത്ര പാടാണെങ്കിലും നമ്മൾ കയറി ഇരിക്കും. ഇത് ജസ്റ്റ് സീ ദിസ്. ഇത് രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് മ്യൂസിയം ആണ്. മ്യൂസിയം നമ്മൾ ഹെർമിറ്റാജിൽ പോകുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്നും അടിപൊളിയായിരിക്കില്ല, പക്ഷേ വ്യൂ പോയിന്റ് എന്തായാലും കണ്ടേ പറ്റൂ. 43 മീറ്റേഴ്സ് ആണല്ലോ മുകളിൽ. ആൻഡ് എനിക്ക് കത്തീഡ്രലിൽ അകത്തും കയറണമെന്ന് ഭയങ്കര ആഗ്രഹം. ഏത് പള്ളി കണ്ടാലും എനിക്ക് അകത്ത് കയറണം. പ്രിയ നോക്ക്, പ്രിയ തേർഡ് ലാർജസ്റ്റ് ചേർച്ചിന്റെ കത്തീഡ്രലിന്റെ ഡോറിന്റെ സൈസ് നോക്ക്. വർക്ക് അല്ലേ? എനിക്ക് നെഞ്ചിടിക്കുന്നു ഇത് കണ്ടിട്ട്. ഒരു ഇന്റിമിഡേറ്റിംഗ് ഫീലിംഗ്, ഭയങ്കര ഒരു ഹ്യൂജ്നെസ്, എവറിത്തിങ്. ബാ മേളിൽ പോവാം. എനിക്കിപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ട് സ്റ്റെപ്സ് കയറാൻ ടെൻഷൻ. ബാ, നമുക്ക് ഇങ്ങനെയൊക്കെ സൈസ് കാണിക്കാൻ പറ്റും. പ്രിയ ഒന്ന് നിന്ന പില്ലറിൻ്റെ അടുത്ത് കണ്ട, പ്രിയ ഹഗ്ഗിയാണ്. എന്നിട്ട് ഇങ്ങനെയൊക്കെ സൈസ് കാണിക്കാൻ പറ്റും. ഏതോ എന്ത് ചെയ്യും കണ്ട. എന്നിട്ട് ഒരു ഫുൾ റൗണ്ട് ആയിട്ടില്ല. ഇതാണ് സൈസ് പില്ലേഴ്സിന്റെ, റഷ്യൻ ചേർച്ചസിന്റെ. പ്രിയ കണ്ടിട്ട് ഒരു സംഭവം തോന്നുന്നു. നമുക്ക് ടൈം ലാപ്സ് ഇട്ടൊന്ന് എടുത്തു പോയാലോ? കട്ട് ചെയ്യാതെ എത്ര ടൈം എടുത്ത് കയറുന്നു? അത് നടക്കില്ല, അത്രയധികം കാണും. ഓക്കെ, പിടിക്കോ ക്യാമറ? ഞാൻ വേദന അടിച്ച് നിർത്താതെ കയറാൻ നോക്കും. യു ഷുഡ് നോട്ട് സ്റ്റോപ്പ് ഇൻ ബിറ്റ്വീൻ, കാരണം ക്യാമറമാൻ ആണ്. ഓക്കെ, പ്രിയ ഇടയ്ക്ക് വെച്ച് ടയേർഡായി. പക്ഷെ എത്രയാ? അത് കുഴപ്പമില്ല. ഞാനേ ഈ ഒറ്റ ഷോട്ടിലെടുക്കും, എന്നാലേ കട്ട് ചെയ്തില്ലാന്ന് അറിയുള്ളൂ. അപ്പൊ ഞാൻ ക്യാമറ പിടിച്ച് ഞാൻ കയറാൻ പോവാ. നിങ്ങൾ സ്റ്റെപ്സ് കണ്ട. ഞാൻ സുഖമായിട്ട് കയറി. 200 സ്റ്റെപ്സ് 250 സ്റ്റെപ്സേ ഉള്ളൂ. അത് ഞാൻ കിതക്കത്തുമില്ല. അതല്ലേ മാസ്. ബർഗറും ചോക്ലേറ്റും കഴിക്കും ചെയ്യും, സ്റ്റെപ്സും കയറും. അതല്ലേ സംഭവം. ഹെൽത്ത് ഈസ് എവറിത്തിങ്. എന്തായി മാറി? ബാക്കിലൊക്കെ റഷ്യൻസ് എല്ലാം പയറ് പോലെ കയറി വരുന്നു. കണ്ട, വയസ്സായ അമ്മൂമ്മയൊക്കെ റെഡിയായി കയറി വന്നു. ഇനി താഴെ ഇറങ്ങണ്ടേ? പ്രിയ 1000 സ്റ്റെപ്സ് ആണെങ്കിൽ പയറ് പോലെ കേറണം പ്രിയ. അതിലാണ് ഇരിക്കുന്നത്. അതൊന്നും പറയരുത്. ഇനി വെള്ളം താഴെ പോയാലേ കിട്ടുള്ളൂ. പ്രിയ, worth the climb, no? Yeah. Just see this bird's eye view of St. Petersburg. ഞാൻ കാണിച്ചു തരാം. ഇതാണ് the beautiful city of life, city of love, St. Petersburg. നമുക്ക് 360 ഡിഗ്രി എല്ലാ സൈഡിൽ നിന്നും കാണാം കേട്ടോ. സംഭവം ഫീലിംഗ് സോ നൈസ്. മൈ ഗോഡ്, 400 റുപ്പീസേ ഉള്ളേ മേളിൽ വരെ വന്ന് ഈ വ്യൂ പോയിന്റിനൊക്കെ. 400 റുപ്പീസ്. See this guys, ചേർച്ചിൽ നിന്നുള്ള നേവർ റിവറിന്റെ വ്യൂവും എൻ്റെ ഫ്രണ്ടിൽ പാർക്കും ഫോറസ്റ്റും. just pure bliss. It's just pure bliss. ഇനി താഴത്തേക്ക് ഇറങ്ങണ്ടേ? എടുക്കോ വേദുവിനെ? അയ്യോ, എടുത്തോണ്ട് ഇറങ്ങാൻ പറ്റില്ല, പക്ഷെ പെട്ടെന്ന് ഇറങ്ങാം. ഓക്കെ, താഴെ പോയിട്ട് ഇനി കോഫി. പക്ഷെ ഇന്നിട്ട് ഒരു സ്ഥലവും കൂടെ കാണിക്കണ്ട. അതും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് വ്ളോഗ് അവസാനിപ്പിക്കാൻ പറ്റും. ഓക്കെ, ഞാൻ സുഖമായിട്ട് കയറി ഡോക്ടറെ. വേദൂരെ എടുത്തോട്ട് കയറി. അതെ,
ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ നോൺ വെജ് കഴിക്കില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സപ്ലിമെന്റ്സ് കഴിക്കുമോ? സപ്ലിമെന്റ്സ് മരുന്നെല്ലാം കഴിക്കാറുണ്ടോ? ഒമേഗ 3 ഒക്കെ അറിയൂലേ? നല്ലതല്ലേ അത്? ഞാൻ ഇത് പരസ്യമാണ്. പരസ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ റെഗുലർലി നമ്മുടെ ഓഡിയൻസോട് പറയും ഒമേഗ 3 സ്പൈറലീന കേട്ടിട്ടുണ്ടോ? അത് നല്ലതല്ലേ? പിന്നെ വൈറ്റമിൻ സി, ഇത് 3 ഞാൻ റെഗുലർലി കഴിക്കും. ഇത് കഴിച്ചുകൊണ്ടല്ല എനിക്ക് ആരോഗ്യം, പക്ഷെ ഇറ്റ് ഹെൽപ്സ് മീ. അപ്പൊ നിങ്ങളും അത് തന്നെ കഴിക്കുക, എസ്പെഷ്യലി ഹീലിന്റെ. ഓക്കെ, മറക്കാതെ കഴിക്കുക. ഒമേഗ 3 ആ ഫിഷിന്റെ അല്ലേ? ഓ, അതും കഴിക്കില്ല. പക്ഷെ നോൺ വെജ് കഴിക്കുന്നവരെ മസ്റ്റായി കഴിക്കണം, കാരണം ഹാർട്ട് ഹെൽത്ത് ഭയങ്കരമാണ്. അതുകൊണ്ടാണ് എനിക്ക് ഇതൊക്കെ സുഖമായിട്ട് ഓടിച്ചാടി കയറാൻ പറ്റിയത്. ഏതോ ഞാൻ കയറി. ഓക്കെ, അപ്പൊ നിങ്ങൾ ഹീലിന്റെ വെബ്സൈറ്റിൽ പോയി ഹീൽ 30 എന്ന് പറഞ്ഞ കോഡ് ഉപയോഗിച്ച് OHF 30 എന്ന് പറഞ്ഞ കോഡ് ഉപയോഗിച്ചാൽ 30% ഓഫും കിട്ടും. ഓക്കെ, പാർക്കിലിരുന്ന് കോഫി കുടിച്ചാൽ പോരെ, ഇതിനെക്കാട്ടി നല്ലൊരു ആംബിയൻസ് കിട്ടുമോ? 1000 രൂപ പോയ വിഷമം ഇവിടെ വെച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ഞാൻ ഇനി കിട്ടുന്നവരെ ചോദിച്ചോണ്ടിരിക്കും. ഭാര്യ എന്നുള്ള കൺസിഡറേഷൻ ഒന്നും ഇല്ല. മമ്മിയുടെ നിന്നൊക്കെ എനിക്ക് എപ്പോഴും കിട്ടും. മമ്മി എപ്പോഴും എന്നോട് ബെറ്റ് വെച്ച് നോക്കും. ഇതിന്റെ ആളാ ഞാനും മമ്മി എപ്പോഴും ബെറ്റ് വെക്കും കേട്ടാ, പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ട് കൊടുക്കൂല. പക്ഷെ ഞാൻ ബെറ്റ് വെച്ചാൽ ഞാൻ വാങ്ങിയെടുക്കും. ഞാൻ ബെറ്റ് വെച്ചാ മമ്മി എനിക്ക് തരും, ഞാൻ തോറ്റുപോയാൽ ഞാൻ കൊടുക്കൂല. നോക്ക് പ്രിയ, പബ്ലിക് പാർക്ക്, ഫ്ലവേഴ്സ് നോക്ക്. ഡാഡിയൊക്കെ ഇവിടെ വന്നെങ്കിൽ എന്ത് പറഞ്ഞാന്? ഡാഡി അല്ല, ഒരു ഗ്യാരണ്ടി നമുക്ക് നമ്മുടെ കാണുന്ന വ്യൂവേഴ്സിന് കൊടുക്കാൻ പറ്റിയതേ. മമ്മി പറയാണേ, ഞാൻ ഫോൺ വിളിച്ചപ്പോ നീ നാട്ടിൽ വരണ്ട, നീ അവിടെ തന്നെ സെറ്റിൽ ചെയ്തോ. നമുക്ക് അതൊക്കെയാണ് പ്ലാൻ. എന്നിട്ട് എന്നോട് പറയണേ, വേണമെങ്കിൽ ഡാഡിക്ക് വേണമെങ്കിൽ ഒരു മദാമനെ നോക്കി. ഡാഡിക്ക് റഷ്യ എങ്ങനെയെങ്കിലും വരണം എന്ന് തിരിച്ച്. ഡാഡി നമുക്ക് ഒന്നും കൂടെ റഷ്യ വിന്റർ വരാൻ ഡാഡി, ഇത് ഇവിടെയൊക്കെ ഞങ്ങൾ കൊണ്ട് നടക്കാം വിന്ററിൽ. പക്ഷെ ഞാൻ ഡാഡിയുടെ ഫാൻസ് ആണ് ഇവര്. ഡാഡിയുടെ ഫാൻസ്. ഫുൾ നോക്കിക്കോളാം അല്ലേ? പിന്നെ ഇടയ്ക്കിടയ്ക്ക് നാടൻ ഫുഡ് വേണമെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുമല്ലോ. എല്ലാം റെഡി. ഡാഡിക്ക് വെച്ച് കുഴപ്പമില്ല. ബ്രോൺസ് സ്റ്റാച്ചു ആണിത്. പീറ്റർ ദ ഗ്രേറ്റ് ഒരു ക്ലിഫ് എൻഡിൽ നിൽക്കുന്ന ഒരു ഹോസിൽ നിൽക്കുന്ന ബ്രോൺസ് സ്റ്റാച്ചു. ഐക്കോണിക് സംഭവം എന്താണെന്നറിയോ? അടിയിൽ കണ്ട ഒരു സെർപ്പൻറ്റ്. ഹോസസ് പ്രൊട്ടക്ടിങ് ഹിം, ഹോസസ് ട്രാംപ്ലിംഗ് ദ സെർപ്പൻറ്റ്. അതുകൊണ്ടാണ് ഇവർ ചിലപ്പോൾ ആനിമൽസ് ഇസ് വെരി കണക്റ്റഡ് വിത്ത് റഷ്യ. സംഭവമല്ലേ? എന്തൊരു ഐക്കോണിക് ആൻഡ് ലുക്ക് വെരി ഫേസിങ് ഡയറക്ട്ലി അത് നേവ റിവറാണ്. സംഭവമല്ലേ? വാ. കോഫി പ്രിയ, നമ്മൾ ഒരു സമയത്ത് കോഫി ടൈമിൽ കോഫി കുടിച്ചിട്ടില്ല. ഇങ്ങനെ 9 മണിയായി. പക്ഷെ നല്ല സെറ്റിംഗ് അല്ലേ? പക്ഷെ 9 മണിയാവും. പണി കഴിയാതെ ഒരു ബ്രേക്കും ഇല്ല. എന്തൊരു സെറ്റിംഗാ. പാർക്കില് തന്നെ ഒരു പ്ലാസ്റ്റിക് ഒക്കെ ഇട്ട ഒരു അടിപൊളി സ്ഥലത്ത് കോഫി. എന്റെ ഡ്രിങ്ക് കാസ്. അപ്പൊ ഡോക്ടറെ ബൈ ബൈ. നമുക്ക് ഇനി എല്ലാരും ഹാർഡ് യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവരുടെ ലിങ്ക് കൊടുക്കാം. അതെ, ഏറ്റവും സന്തോഷം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് റഷ്യ അത്ര ഇഷ്ടമായിരുന്നു. ഭയങ്കര ഇഷ്ടം. ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ നമ്മുടെ ഒരു ഹാർട്ടിൽ ഒരു പ്ലേസ് ഡെഫിനറ്റ്ലി റഷ്യക്ക് കാണും. നമ്മൾ ഇത്രയും രാജ്യങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ, കാരണം അത്രയും നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. റഷ്യയിലെ ഭംഗിയും ആൾക്കാരും ഇവിടുത്തെ എക്സ്പെൻസ് എല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇപ്പൊ ഇവരിപ്പോ ഇന്ത്യൻ ഫുഡ് കഴിക്കാൻ പോവാണ്. നമ്മളെ വിളിച്ചു, നമ്മൾ ആ ഭാഗത്തേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞു. റഷ്യ വന്ന് നമ്മളെ റഷ്യൻ ഫുഡ് മാത്രമായിരുന്നു. അപ്പൊ കാണാം. പ്രിയ, രാത്രി 9:45 walking through a park in St. Petersburg in this daylight. Can you feel more happy? And Priya, our last stop for the day and last stop of just seeing St. Petersburg. ഇത് ഒരു റിപ്പബ്ലിക്കൻ ബ്രിഡ്ജ് എന്നൊക്കെ പേരിട്ടിട്ടുണ്ട്. 1912 ബ്രിഡ്ജാണ്. സോ ക്ലോസ് ടു 120 years old. 120-year-old ബ്രിഡ്ജാണ്. And it's a very famous because beautiful view ആണ്. And you know, ഇത് പക്ഷെ 4 വർഷം ഡിലേ ആയി. World War I കൊണ്ടേ 4 വർഷം ഡിലേ ആയി. വേൾഡ് വാർ കാരണം ജസ്റ്റ് 4 years ഓഫ് ഡിലേ. നമ്മുടെ നാട്ടിലെ പാലാരട്ടം പാലം പോലെയൊന്നും അല്ല. ഓക്കെ, ഒരു ഡ്രോ ബ്രിഡ്ജ് ആണ്. അന്നത്തെ ടെക്നോളജി ഉപയോഗിച്ച് 260 meters ലോങ് ആണ്. ആൻഡ് എ ബ്യൂട്ടിഫുൾ ബാക്ക്ഗ്രൗണ്ട്. ഇപ്പൊ രാത്രി തുറക്കുമ്പോ ഒരു മ്യൂസിക്കും പ്ലേ ചെയ്യും ടു ഷോ ദ ഗ്രാൻഡിയർ ആയിട്ട്. അപ്പൊ അതാണ്
അപ്പൊ എന്തായാലും ഇന്നത്തെ ഒരു കിഡിലൻ ബ്ലോഗ്. ഹോപ്പ് യു ഗൈസ് ലവ് സെയിന്റ് പീറ്റർസ്ബർഗ്. ഇനി ഒരുപാട് സെയിന്റ് പീറ്റർസ്ബർഗിലെ കാഴ്ചകളായിട്ട് വരും. നമ്മൾ ഹെർമിറ്റാജ് മ്യൂസിയത്തിന് അടിയിൽ പോവും, അകത്ത് പോവും, സോറി ഈ ക്രൂസിന് പോവും. ഒരുപാട് സംഭവങ്ങൾ അവേറ്റ്സ് യു. സോ ഹോപ്പ് യു ഗൈസ് എക്സൈറ്റഡ് ആസ് വി ആർ. ആൻഡ് ഇനി നല്ല കിഡിലൻ സെയിന്റ് പീറ്റർസ്ബർഗ് ബ്ലോഗായിട്ട് ഒരു ബ്യൂട്ടിഫുൾ ഈവനിങ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ബ്ലോഗിൽ കാണുന്നവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി. What a way to end the vlog. One of the most beautiful endings of a vlog. Okay, bye bye.